പാലാ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗ്രാൻഡ് ഓവറോൾ. പാലായെ ഉത്സവലഹരിയിലാഴ്ത്തിയ ഉപജില്ലാ സ്കൂൾ കലോത്സവ സമാപന സമ്മേളനം പ്രധാന വേദിയായ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്ററും കലോത്സവം ജോയിന്റ് ജനറൽ കൺവീനറുമായ ഫാദർ റെജിമോൻ സ്കറിയ സ്വാഗതം അർപ്പിച്ചു. പാലാ മുനിസിപ്പൽ കൗൺസിലർ ബിജി ജോർജ് അധ്യക്ഷയായിരുന്നു. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളായിട്ട് നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒരു കലോത്സവം അല്ലെങ്കിൽ ഒരു കലാമേള, ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് ഒരു പറ്റം അധ്യാപകർ, പ്രത്യേകിച്ച് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകർ 2 പേരും അവരോടൊപ്പം ഒരു പറ്റം അധ്യാപകർ അത്യധ്വാനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ പാലായിൽ വലിയ മഴകളൊക്കെ ആയിരുന്നു. ആ മഴകൾക്കൊന്നും നമ്മുടെ ഈ സമയത്ത് ഈ 4 ദിവസങ്ങളിൽ യാതൊരു ശല്യവും ഉണ്ടായില്ല. പാലാ ഇഒ സജി KB കലോത്സവ അവലോകനം അവതരിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ലീന സണ്ണി ആശംസകൾ അർപ്പിച്ചു. തോമസ് പീറ്റർ വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അനൂപ് സി മറ്റം ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ചു. കലോത്സവം ജനറൽ കൺവീനർ റജി കെ മാത്യു, പബ്ലിസിറ്റി കൺവീനർ ജിസ് കെ തോമസ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. 183 പോയിന്റോടെയാണ് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തിയത്. 179 പോയിന്റുമായി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 2ാം സ്ഥാനത്ത്. 131 പോയിന്റ് നേടിയ പ്ലാസ്നാൽ സെന്റ് ആണീസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 3ാം സ്ഥാനം. 3 ദിവസം നീണ്ട കലോത്സവം സമാപിക്കുമ്പോൾ മികച്ച കലാപ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായ 3 ദിവസങ്ങൾക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. 7 വേദികളിലായാണ് ജനപ്രിയ ഇനങ്ങൾ അരങ്ങേറിയത്. തിരുവാതിര, പരിചമുട്ട്, നാടൻപാട്ട്, മാർഗംകളി, ഒപ്പന തുടങ്ങിയവയാണ് സമാപന ദിവസം നടന്ന പ്രധാന മത്സര ഇനങ്ങൾ. പാലക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഇരുള നൃത്തം, പണി നൃത്തം തുടങ്ങിയ ഗോത്രകലകൾ കാണികളിൽ അത്ഭുതമുളവാക്കി. വിവിധ ഇനങ്ങളിലായി 2500-ലേറെ മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്.